യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. സന്തോഷമായും പ്രതീക്ഷയോടെയും ആരോഗ്യത്തോടെയുമൊക്കെയും എല്ലാവരും ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ചെറിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം അത് മാറ്റിക്കൊള്ളും. നിൻ്റെ പ്രയാസം ദൈവം മനസ്സിലാക്കുന്നു. നിൻ്റെ വേദന ദൈവത്തിനറിയാം. നീ അനുഭവിക്കുന്ന മനസ്സിൻ്റെ വിങ്ങൽ ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് നിൻ്റെ സ്ഥാനം. വചനം കേൾക്കുന്നവരെയും വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരെയും ആ വചനം അയച്ചു കൊടുക്കുന്നവർ, വചനം പല പ്രാവശ്യം കേൾക്കുന്നവർ, എഴുതി വയ്ക്കുന്നവർ ഒക്കെയുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു അത്ഭുതമുള്ള അനുഗ്രഹമുള്ളൊരു വചനം കേൾക്കുകയാണ്. ഇങ്ങനെയൊന്ന് വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഇന്ന് തുടങ്ങും. അത്ഭുതം തുടങ്ങും. അത് പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ ജീവിതത്തിലൊരു അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 വാക്യങ്ങളൊന്ന് വായിക്കുവാണ്. യേശു തിബേരിയോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. അപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കുറേ ആളുകൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കൂടെയുള്ളപ്പോൾ 5-ാമത്തെ വാക്യം, യേശു കണ്ണുകൾ ഉയർത്തി വലിയൊരു ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഭയങ്കര ആൾക്കൂട്ടം യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കണ്ടേ. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കുവാൻ 5-10 മിനിറ്റ് ആണേ കൂടി ഒരുമിച്ച് വരുന്നത് ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ വചനം കേൾക്കാൻ എഴുന്നേറ്റിരിക്കുന്നത്, ടൈം പീസ് വെച്ച് എഴുന്നേറ്റത്, ഫ്രഷായി വന്ന് ബൈബിൾ തുറന്നു വെച്ചിരുന്നത്, ആ സെറ്റിയിൽ ഇരിക്കുന്നത്, കസേരയിൽ ഇരിക്കുന്നത്, ആ കട്ടിലേൽ എഴുന്നേറ്റിരുന്നത്, ധ്യാനാത്മകതയോടെ കേൾക്കുന്നത് ദൈവം കാണുന്നുണ്ട്. അതല്ല എഴുതിയിരിക്കുന്നത്, കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പോൾ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അടുത്ത വാക്യം പറയാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 6-ാം അധ്യായം 6-ാം വാക്യം, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ദൈവസന്നിധിയിലേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ അവർക്ക് എന്താ കൊടുക്കണ്ടേ, അവർക്ക് ഏത് വിധത്തിലുള്ള സഹായമാണ് വേണ്ടേ എന്ന് യേശുവിനറിയാം. ആരെക്കുറിച്ചാണ് അവർക്ക് എന്നാ കൊടുക്കണ്ടേന്ന് യേശു മനസ്സിൽ കരുതിയത്? എതിരേലും നിൽക്കുന്നവരെയല്ല, തൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തു കൊടുക്കണം, എങ്ങനെ അവരുടെ കാര്യങ്ങൾ ഭംഗിയാകണം എന്ന് യേശുവിന് പ്ലാൻ ഉണ്ടായിരുന്നു. വചനം കേൾക്കുന്ന നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. വചനം കേൾക്കുന്ന നിൻ്റെ സാമ്പത്തികത്തെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. നിൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. നിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. എന്നാ ചെയ്യും, എന്തു ചെയ്യും, തകർന്നു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനൊന്നും വരികയില്ല, അങ്ങനൊന്നും സംഭവിക്കുകയില്ല. അത് നമ്മുടെ കാഴ്ചപ്പാടാ. പ്രാർത്ഥിച്ച് ഞാൻ നഷ്ടപ്പെട്ടു പോകും, പ്രാർത്ഥിച്ച് എൻ്റെ കാര്യം ശരിയാകാതെ പോകും. ഇല്ല, എന്തു ചെയ്യണമെന്ന് ദൈവം മനസ്സിൽ കരുതിയിട്ടുണ്ട്. എന്തു ചെയ്യണമെന്ന് ദൈവം മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഫിലിപ്പോസിനെ പരീക്ഷിക്കാനാണ് യേശു ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിൻ്റെ കുടുംബത്തോട് പറയാൻ ചില കാര്യങ്ങൾ ഒക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര വേദനയാണ്, നിരാശ തോന്നും, പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നും, ഈ വചനമൊന്നും കേൾക്കണ്ടെന്ന് തോന്നും, എന്തിനിങ്ങനെ കേൾക്കുന്നു എന്നൊക്കെ തോന്നും. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹമാണ് ചെയ്തു തരേണ്ടതെന്ന് യേശു കരുതിയിട്ടുണ്ട്. യേശു അതിന് പദ്ധതി ഇട്ടിട്ടുണ്ട്. ഒരാളെന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ലോണില്ലാതെ, കടവില്ലാതൊരു വീട് മേടിക്കാനോ എനിക്ക് സഹായിക്കണം, പ്രാർത്ഥിക്കണം. സത്യമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ലായിരുന്നു. കടവില്ലാതൊരു വീട് മേടിക്കണം, കടം അടയ്ക്കാൻ വഴിയില്ല. പല വിധത്തിലാണ് സഹായം കിട്ടിയത്.
അത്ഭുതമാണ് ആ വീട്, അത്ഭുതമാണ് ആ മനുഷ്യൻ്റെ സാക്ഷ്യം. പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടന്നു. 1 രൂപ കടവില്ലാതൊരു വീട് മേടിച്ചു. കടവില്ലാതൊരു വീട് മേടിക്കാൻ പ്രിയപ്പെട്ടവർ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, ഇന്ന് ഈ വചനത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. കടവില്ലാതൊരു വീട് ഞാൻ പണിയുമെന്നുള്ളതാ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം മനോഹരമാകുമെന്നുള്ളതാ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് അറിഞ്ഞ് ചെയ്തു തരുമെന്നുള്ളതാ എനിക്കുള്ള ഉറപ്പ്. അതാ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ഒന്നും പാതി വഴിക്ക് അവസാനിക്കുകയില്ല. ഒന്നും നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാ ദൈവഹിതം. നിൻ്റെ വീട് പണി മനോഹരമായി മാറുന്നതാ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നിൻ്റെ രോഗം സൗഖ്യമാകുന്നതാ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നീ പഠിച്ച് ഉയരങ്ങളിൽ എത്തുന്നതാ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നീ രക്ഷപ്പെടുന്നതാ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നിൻ്റെ കുടുംബം സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നതാ നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നിൻ്റെ രോഗം സൗഖ്യമാകുന്നത് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണ്. അത് നടക്കും. ഭാരപ്പെടുകയൊന്നും വേണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഒന്നും കരയൊന്നും വേണ്ട, കരഞ്ഞ് തകരുവൊന്നും വേണ്ട. നീ നന്നാവും, നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭാവി അനുഗ്രഹമായി തെളിഞ്ഞു വരും. ഞാൻ പുറകിലാണല്ലോ എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. വൈകാതെ ഒരു അനുഗ്രഹം നിന്നെ തേടി വരും. ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിനകത്ത് നിലവിളി അല്ല ഉയരേണ്ടത്, സമാധാനത്തിൻ്റെ ശബ്ദമാണ് ഉയരേണ്ടത്. സ്നേഹത്തിൻ്റെ കൂട്ടായ്മ വർദ്ധിക്കണം. വചനം കേട്ടിട്ടും വഴക്കാന്നൊന്നും ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ ഇടവരരുത്. പ്രാർത്ഥിച്ചു നീ പരാജയപ്പെട്ടുവെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ ഇടവരില്ല. പ്രാർത്ഥിച്ച നീ നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയിന്ന് ഒരു മൂലയിൽ നിന്നും കേൾക്കാൻ ഇടയാകരുത്. ഒരു ശബ്ദം, ഒരു തരി ശബ്ദം കേൾക്കാൻ ഇടയാകരുത്. നീ രക്ഷപ്പെട്ടു എന്നുള്ള 1000 ശബ്ദം കേൾക്കാൻ ഇടയാകണം. നീ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് 1000 പേർ പറയാനിടയാകണം. നീ ഒരു സാക്ഷിയായി നിൽക്കുന്നത് 1000 കാണാൻ ഇടയാകണം. അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ദൈവം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ട്. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിന്നെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. സന്തോഷവും സമാധാനവും തരട്ടെ. ഐശ്വര്യം തരട്ടെ. നഷ്ടപ്പെടത്തില്ല, ഒന്നും നഷ്ടമാകത്തില്ല. നഷ്ടമായത് നീ തിരിച്ചു പിടിച്ചോണം. അനുഗ്രഹമായത് ഉയർത്തിക്കൊണ്ട് വന്നോണം. രക്ഷപ്പെട്ടു വന്നോണം. മനസ്സിലെ നിരാശയൊക്കെ നിരാശ വേദനിപ്പിച്ച അനുഭവങ്ങൾ ആ പാഠമെടുക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വചനം കേട്ട നിങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് യുവതിയുവാക്കളെ അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഈശോയുടെ നാമത്തിൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം, നല്ലൊരു ഞായറാഴ്ച, നല്ല ഭക്ഷണം കഴിക്കാനും, നല്ല യാത്രകൾ ചെയ്യാനും, സന്തോഷത്തോടെ ആയിരിക്കാനും നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ. സമാധാനത്തോടെ ആയിരിക്കുക. നാളെയും 5:30 കാണാം. സാധ്യമായ എല്ലാവർക്കും വചനം അയച്ചു കൊടുക്കുക. വലിയവനായ ദൈവം ഉള്ളംകൈയിൽ എന്ന പോലെ എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.